ചെയ്യുന്നതാണോ? അല്ല, അങ്ങനെ ഒരു ഈ ജാതി പറഞ്ഞൊരു കേസ് ആരെങ്കിലും ഒരു മൊഴി കൊടുക്കാൻ തെറ്റായാലും ശരിയായാലും വന്നാലേ പോലീസിന് കേസെടുത്തേ പോകും. കേസെടുത്തോട്ടെ, അതിന് തടസ്സമൊന്നുമില്ല. അത് സത്യത്തിന് മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ നീക്കണം. അന്നേരം പോലീസിന് ജാതി ചെയ്തൊന്നും വരാൻ പാടില്ല. പോലീസ് അപ്പറേറ്റായിട്ട് നീക്കണം. അത് തന്നെയല്ല, ഇത് കൃഷ്ണകുമാർ 69 ലക്ഷം രൂപ മാസം പോയിട്ട് അവരത് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിന്റെ പറ്റി. കാരണം അത് ഒരു ജീവകാരുണ്യം തോന്നി. കാരണം കൃഷ്ണകുമാറിന്റെ 4 പെൺകുട്ടികളാണ്. അതായത് പറഞ്ഞല്ലോ, അതിലൊരു കുട്ടി ഗർഭിണിയാണ്. അപ്പൊ ആ കുട്ടിയുടെ അവിടുത്തെ സ്ഥാപനത്തിലാണ് ഈ 69 ലക്ഷം പോയിരിക്കുന്നത്. അത് തെറ്റ് ചെയ്യാൻ റെഡിയാണല്ലോ. പിന്നെ ആരാണ് ഇതിനകത്ത് കുറെ കിടന്ന് കളിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും അതിന് വിവരമുള്ള ആരെങ്കിലും എതിർവശത്തുള്ള രണ്ടുപേരുടെ ആരെങ്കിലും രംഗത്ത് വരട്ടെ. വന്നിട്ട് കൃഷ്ണകുമാറുമായിട്ട് ആ പ്രശ്നം തെറ്റ് ചെയ്ത് തീരട്ടെ. കാരണം അതിനുള്ള മനസ്സ് 69 ലക്ഷം പോയിട്ട് 10 ലക്ഷത്തിൽ തീർക്കാൻ അദ്ദേഹം റെഡിയായിരുന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത്ര വിശാല ഹൃദയമുണ്ട്. അവര് വീട് വെച്ചതൊക്കെ ആരോപണത്തോടെ അവരൊന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ആ കുട്ടികളെ അവരെ 1.5 വർഷമായിട്ട് സ്ഥാപനത്തിൽ ഇരിക്കുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയിരിക്കുന്നു. ആ പൈസയെ കൃഷ്ണകുമാർ നേരത്തെ പോയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാണ്. ആ പൈസ വിട്ടുപോയി കൊണ്ടേ കൊടുത്തില്ലല്ലോ. ആ പൈസ അവരുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കുകയില്ലേ. അപ്പം ഇതിനകത്ത് ഇനി മുന്നോട്ട് ഘടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ കുട്ടികളെ അഡ്മിഷൻ ഉണ്ടാവും, ശിക്ഷ വാങ്ങിക്കും. ഒരു ചെറുവഴിക്ക് പോട്ടെ, കേസ് റെഫറിയോ അല്ലെങ്കിൽ ചാർജ്ഷീറ്റ് കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അത് കോടതിയിലായി വേറെ നമുക്ക് പോലീസ് ചാർജ്ഷീറ്റ് ഫയലെടുക്കാനുള്ള നിയമപരമായ കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പോലീസ് കേസെടുത്തു. അത് ഏത് രീതിയിലായിക്കോട്ടെ, കോടതിയിൽ കൊടുക്കുന്ന പോലീസ് കൊടുക്കുന്ന മൊഴിയൊന്നും കോടതിയിൽ വന്ന് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഇന്ത്യയുടെ നിയമ സംവിധാനം. പോലീസ് കള്ളം കാണിച്ചാലും കോടതി സത്യത്തിലൂടെ നിൽക്കും. സത്യമായിട്ട് കോടതി പോയി കൊടുത്താൽ മതി. ഇവിടെ ഇപ്പൊ 4 കൃഷ്ണകുമാർ വളരെയധികം അത് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിന് കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ പോയി സംസാരിച്ചുകൊണ്ട് ധാരാളം പേര് അദ്ദേഹം രാഷ്ട്രീയക്കാരൻ ഇടപെടും. 7 വർഷത്തിൽ അവർ ഇടപെട്ടോട്ടെ, തടസ്സമില്ലല്ലോ. പുള്ളി ആ രീതിയിലാണ് ഇപ്പൊ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം അത് തെറ്റ് ചെയ്യാൻ മുമ്പ് റെഡിയാണ്. പക്ഷെ ആരാണ് ഇതിനകത്ത് വന്ന് ഇറങ്ങി വന്ന് കളിക്കുന്നത്? അതുകൊണ്ട് ആ കുട്ടികളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവർ ആരെങ്കിലും ഒരു വിശാല ഹൃദയമുള്ളവർ വന്ന് കൃഷ്ണകുമാരോട് സംസാരിച്ച് അതങ്ങ് തീർത്തേ. എന്നിട്ട് കേസ് രണ്ടും പോലീസ് റഫർ ചെയ്യോ അല്ലെങ്കിൽ ചാർജ്ഷീറ്റ് കൊടുക്കുകയോ അത് സെറ്റിൽമെന്റ് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് രണ്ടു കൂട്ടർക്കും നല്ലതല്ല. അത് ഒരു ചെറിയ അഴിഞ്ഞാൽ മതി, സത്യസന്ധമായിട്ട് പോകട്ടെ. ആദ്യത്തെ കേസ് ട്രൂ കേസാണ്, അത് കള്ളക്കേസാണെന്ന് പറയാനുള്ളത്. എന്തിനാണ് കൃഷ്ണകുമാർ ഇത് വലിച്ച് അവരെ തലയിൽ വെക്കുന്നത്? അവർക്ക് പണം നഷ്ടപ്പെട്ടു. അതിന് ഈ കുട്ടികളുടെ അക്കൗണ്ടിങ്ങുമായി കണ്ടെത്തി. അപ്പൊ അത് അതിന്റെ QR കോഡിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നു. ഇതൊക്കെ ഫ്രോഡും ചീറ്റിയും മിസ്അപ്രോപ്രിയേഷനാണ്. കേസ് സ്ട്രോങ്ങായിട്ട് പോയ കുട്ടിക്ക് പരിക്കേറ്റു. അത് വേണ്ട. അവര് ക്ഷമിക്കാൻ റെഡിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വിവരമുള്ളവരെ എതിർവശത്തുള്ള ആരെങ്കിലും കൃഷ്ണകുമാറുമായിട്ട് രഹസ്യമായിട്ട് സംസാരിച്ച് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി ഈ കേസിന് പിൻവാങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം.
Now, by going inside with your mama, you want things. Where, like you, before you said or what I'm asking, no, no.